നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ പ്രായത്തിലുള്ള ഒരു കുഞ്ഞിന് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണത്. ലോകം കണ്ടു തുടങ്ങുന്നതല്ലേ ഉള്ളൂ. ഈ ബ്രെയിൻ ഡെത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു തരം മരണം തന്നെയാണത്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്താൻ പറ്റൂ. ജീവനെന്ന് പറയാനാവില്ല, ശ്വാസോച്ഛ്വാസം മാത്രം. കാണുന്നവർക്ക് തോന്നും ജീവനുണ്ടെന്ന. ഓരോ ശ്വാസം എടുക്കുമ്പോഴും അത് പുറത്തേക്ക് വിടുമ്പോഴും നെഞ്ചു ഉയരുകയും താഴുകയും ചെയ്യും. പക്ഷേ വെന്റിലേറ്ററിന്റെ സഹായമില്ലാതെ വീണ്ടും സ്വന്തമായി ശ്വസിക്കാനോ ബോധം വീണ്ടെടുക്കാനോ കഴിയില്ലെന്നതാണ് ഏറ്റവും പരിതാപകരം. ശരിക്കും പറഞ്ഞാൽ ശ്വാസമുള്ളൊരു ഡെഡ് ബോഡി. ജീവിതത്തിലേക്ക് ഇനിയൊരു മടങ്ങിവരവില്ല. അത് സൂക്ഷിക്കാൻ ദിവസവാടകയായി വെന്റിലേറ്ററിന് കൊടുക്കേണ്ടത് 1.5 ലക്ഷത്തിന് മുകളിലേക്ക്. ആളുടെ മരണം സ്ഥിരീകരിച്ച് നമ്മുടെ കയ്യിലേക്ക് ബോഡി കിട്ടാൻ ദിവസങ്ങളെടുക്കും. ഒരു കുഞ്ഞ് 20 വർഷം വരെ വെന്റിലേറ്ററിൽ കിടന്ന ഒരു കേസ് അമേരിക്കയിലുണ്ടായിട്ടുണ്ട്. എന്നിട്ടെന്താ പ്രയോജനം? ഒന്നുമില്ല. ബ്രെയിൻ ഡെത്ത് സ്ഥിരീകരിച്ചവരാരും തിരിച്ചു വന്ന ചരിത്രമില്ല. കുറെ കാശ് കളയാമെന്ന് മാത്രം. എന്നാൽ ബുദ്ധിപരമായി നീങ്ങിയാൽ കാശുണ്ടാക്കാനുള്ള വഴിയുണ്ട്. എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി 2-3 ദിവസം കഴിഞ്ഞ് സംഭവിക്കാനുള്ളത് ഇപ്പൊ സംഭവിച്ചാലും കുഴപ്പമൊന്നുമില്ല. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെയാണ് ഏറ്റവും കൂടുതൽ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സാധ്യതയുള്ളത്. കരൾ, ഹൃദയം, 2 വൃക്കകൾ, പാൻക്രിയാസ്, ഹൃദയവാൾവ്, കോർണിയ, 2 ശ്വാസകോശം, ചെറുകുടൽ, കൈ എന്നീ അവയവങ്ങൾ ബന്ധപ്പെട്ടവരുടെ സമ്മതത്തോടെ ദാനം ചെയ്യാം. ഇതിലത്ര വിഷമിക്കാനൊന്നുമില്ലെന്ന്. ശ്വാസം നിലയ്ക്കുന്നതിന് മുമ്പ് ഹൃദയമൊക്കെ കീറിമുറിച്ച് പുറത്തെടുത്തെങ്കിലേ നമുക്കതിന് പറയുന്ന വില കിട്ടൂ. കുട്ടിയൊന്നും അറിയണ്ട. ഇത് ഡോണർ ആപ്ലിക്കേഷനാ. ഇതിലൊരു ഒപ്പിട്ട് എന്നാൽ മാത്രം മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. വാങ്ങോ. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? കുഞ്ഞിനെ വെട്ടിമുറിച്ച് കച്ചവടം ചെയ്യണം അല്ലടാ? അത് പച്ച ജീവനോടെ എന്താ പ്രീതി? ഇതാരാ? അർജുനേട്ടാ, ഇവര് നമ്മളെ പാറൂന്റെ കരളും ശ്വാസകോശം ഹൃദയമൊക്കെ വെട്ടിമുറിച്ച് എടുക്കണോന്ന്. ഇവൻ അവയവ കച്ചവടത്തിന്റെ ഏജന്റാ സാറേ. ഇവനെ ആരാ ഹോസ്പിറ്റലിൽ ഉള്ളിലേക്ക് കയറ്റിയത്? കൊണ്ടുപോയി പോലീസിൽ ഏൽപ്പിക്കേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.